MLA മേയർ ദമ്പതിമാർക്കെതിരെ KSRTC ഡ്രൈവർ യദു തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിൽ ഇന്ന് കേസ് ഫയൽ ചെയ്യും. ഇതേ കേസിൽ പിൻസീറ്റിലായതിനാൽ ഡ്രൈവർ യദുവിന്റെ പെരുമാറ്റം കണ്ടില്ല എന്ന് കണ്ടക്ടർ സുബിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മേയറുടെ വാഹനം ബസ്സിനെ മറികടക്കുന്നതും കണ്ടില്ല എന്നായിരുന്നു കണ്ടക്ടറുടെ മൊഴി. വിശദാംശങ്ങൾ നൽകാനായിട്ട് രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഗുഡ് മോർണിംഗ്. ഓരോ ദിവസവും ഓരോരോ പ്രതീക്ഷകളാണ്. ഇന്നും ഒരു പ്രതീക്ഷയിലാണ് ഈ ഡ്രൈവർ യദു. ഈ MLAക്കും അതുപോലെ തന്നെ മേയർക്കുമെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. ഈ കേസിലെങ്കിലും ഫലം കാണുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഗുഡ് മോർണിംഗ് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പോലീസിൽ യദുകൃഷ്ണൻ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് യദുവിന്റെ പരാതി സ്വീകരിച്ചില്ല. പകരം മേയറും സച്ചിൻ ദേവും നൽകിയ പരാതിയിലാണ് ഈ അന്വേഷണം ഇപ്പോഴും തുടരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് യദുകൃഷ്ണൻ ഇന്ന് പരാതി നൽകുകയാണ്. കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ടൊരു അന്വേഷണം ഈ തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നൊരു വിമർശനമുണ്ട്. നിഷ്പക്ഷമായിട്ടുള്ള കാര്യക്ഷമമായിട്ടൊരു അന്വേഷണം ഈ കേസിൽ നടക്കുന്നില്ല. മേയർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഭരണ സംവിധാനങ്ങളൊക്കെ മാറുന്നു എന്നുള്ളൊരു പരാതിയാണ് യദുകൃഷ്ണൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല അത്തരത്തിൽ പൊതുവിലെ ഒരു വിമർശനം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നീതി തേടി യദുകൃഷ്ണൻ ഇപ്പോൾ കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനും കഴിഞ്ഞ ദിവസം കേസ് എടുത്തിരുന്നു ഈ ഒരു വിഷയത്തിൽ. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. കണ്ടക്ടർ സുബിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കണ്ടക്ടർ പറയുന്ന ഇത്തരത്തിലാണ് താൻ പിൻസീറ്റിലായിരുന്നത് കൊണ്ട് മേയറുടെ വാഹനം ഇത്തരത്തിൽ KSRTC ബസ്സിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായോ എന്ന് താൻ കണ്ടില്ല എന്നുള്ളതായിരുന്നു ഈ ഡ്രൈവർ ഈ കണ്ടക്ടർ പറഞ്ഞിരുന്ന മൊഴി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യദുകൃഷ്ണൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ മെമ്മറി കാർഡ് കാണാതായതിലും ബസ്സിലെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് കാണാതായിരുന്നു. അതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇരുട്ടിൽ തപ്പുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സംഭവം നടന്ന് ദിവസങ്ങളോളം പിന്നിട്ടതിന് ശേഷമാണ് ഈ CCTV പരിശോധിക്കുന്നതിനായി പോലീസ് എത്തുന്നത്. അപ്പോൾ ഈ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് പോലീസ് പറയുന്നൊരു കാര്യം. തൃശ്ശൂരിൽ ഉൾപ്പെടെ സർവീസ് നടത്തിയ ബസ്സാണ്. പ്രധാനമായും ആ ഒരു മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിനെതിരെ ഉള്ള ആരോപണങ്ങൾ അത് കൃത്യമായി തെളിയിക്കാൻ കഴിയുമായിരുന്നു. സച്ചിൻ ദേവ് KSRTC ബസ് തടഞ്ഞ് അതിനകത്ത് കയറി KSRTC ബസ്സിൽ അടിക്കുകയും യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് യദുകൃഷ്ണന്റെ മൊഴി. ഇത് തെളിയിക്കാൻ കഴിയുന്ന മെമ്മറി കാർഡാണ് മിസ്സായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് കാണാതായതിലൊക്കെ തന്നെ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം കൃത്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. കൂടുതലിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ഉദ്യോഗസ്ഥരുൾപ്പെടെ അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി. പക്ഷേ ഏകപക്ഷീയമായി ഒരു അന്വേഷണം ഈ ഒരു വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്ന തരത്തിൽ മാത്രമാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഭരണ സംവിധാനങ്ങളെല്ലാം ആ രീതിയിലാണ് അന്വേഷിക്കുന്നത് എന്നുള്ള വിമർശനം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് യദുകൃഷ്ണൻ കോടതിയെ സമീപിക്കുന്നത്. രജനി. തീർച്ചയായിട്ടും രശ്മി പറഞ്ഞതുപോലെ തന്നെ യദു പോലീസിൽ കേസ് കൊടുത്തിട്ട് പോലും ഒരു FIR പോലും ഇടാൻ തയ്യാറായിട്ടില്ല. പോലീസും കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡ് തന്നെയാണ്. MLA പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ അതിലും മേലെ കടന്നിരിക്കുകയാണ് യദു എന്ന് തന്നെ പറയാം. ഈ കോടതിയിലാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മറുവശത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രശ്മി പറഞ്ഞതുപോലെ തന്നെ ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇപ്പോഴും പോലീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമുക്കറിയേണ്ടത് ഈ ഗതാഗത മന്ത്രി എന്തായിരിക്കും ഇതിലൊരു തീരുമാനമെടുക്കുന്നതെന്ന്. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തെ വിശദമായ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം ഏതുവരെ എത്തിയെന്നാണ് ഇനി അറിയേണ്ടത്. രജനി, ഇത്തരം അന്വേഷണങ്ങളൊക്കെ തന്നെ പ്രഹസനമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായൊരു സംഭവം അത് വളരെ ഗൗരവതരമാർന്ന ഒരു വിഷയമാണ്. അതിനുശേഷമാണ് ഗതാഗത മന്ത്രി ഇത്തരത്തിൽ അന്വേഷണത്തിനൊക്കെ നിർദ്ദേശം നൽകിയത്. ആ അന്വേഷണവും ഇത്തരത്തിൽ വെറും പ്രഹസനമാക്കുന്നു അല്ലെങ്കിൽ മെല്ലെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സച്ചിൻ ദേവ് MLA KSRTC ബസ്സിൽ അടിക്കുകയും യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനമാണ്. അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും സച്ചിൻ ദേവ് MLA െതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ അത് തെളിയിക്കപ്പെടും എന്നതുകൊണ്ട് മനഃപൂർവ്വം ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണ് എന്നുള്ളതാണ് യദുകൃഷ്ണൻ ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു കാര്യം. ഇതിലൊക്കെ തന്നെ തുടക്കം മുതൽ ഈ മേയറുടെ ഓരോ വാദങ്ങളും പൊളിയുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നേരത്തെ റോഡിലെ CCTV ദൃശ്യങ്ങളായിരുന്നു ആദ്യ ദിവസങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചത്. പട്ടത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പട്ടം, PMG, പ്ലാമൂട്,
പാളയം സാബല്യം കോംപ്ലക്സ് അവിടങ്ങളിലൊക്കെയുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചിരുന്നത്. മേയർ പറഞ്ഞ വാദങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. KSRTC ബസ്സിന് കുറുകെ മേയറുടെ വാഹനം നിർത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു മേയർ ആദ്യം പറഞ്ഞത്. പക്ഷേ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മേയറുടെ വാദം കള്ളമാണ് എന്നുള്ള കാര്യം തെളിഞ്ഞു. മാത്രമല്ല കഴിഞ്ഞ ദിവസം റഹീം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. മേയറെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് റഹീം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. പക്ഷേ അതിൽ ഈ സച്ചിൻ ദേവ് KSRTC ബസ്സിൽ കയറി എന്നുള്ളൊരു കാര്യം റഹീം തന്നെ സ്ഥിരീകരിക്കുന്നു. അതായത് മേയറെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാർത്താ സമ്മേളനം നടത്തിയതെങ്കിലും യദു കൃഷ്ണൻ ഉന്നയിച്ച ഒരു ആരോപണം കൂടി, അതായത് സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്നുള്ളൊരു ആരോപണം കൂടി റഹീം തുറന്ന് സമ്മതിക്കുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞതോടുകൂടി സച്ചിൻ ദേവ് വെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം സത്യം അതാണെന്നിരിക്കെ ആ രീതിയിലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കൊന്നും പോലീസ് കടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.